സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. അത് കാണിച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കേരളത്തിലെ ജാതി സമൂഹത്തിന്റെ അവസാനത്തെ ഇരയാണ് നിതിൻ. കേരളത്തിലെ പൊതുവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതിയാണ് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന ആ പയ്യനെ കൊന്നുകളഞ്ഞു. നിതിന്റെ അപ്പനോ അമ്മയ്ക്കും നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം. കേരളത്തിലെ ജാതി സമൂഹത്തിന്റെ കണ്ടില്ലേ, വേടൻ പറയുന്നത് കേരളത്തിലെ ജാതി സമൂഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് നിതിനെന്നാണ്. എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ടുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു കാണും. അതായത് കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിലുള്ള ഒരു ദന്തൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ നേരിട്ടത് അതിമാനസികവും അതിക്രൂരവുമായിട്ടുള്ള പീഡനമായിരുന്നു എന്നുള്ളത് ആ ഞെട്ടിക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. അത് കണ്ടതിന് പിന്നാലെ ആ ഒരു പയ്യന്റെ മരണവാർത്തയാണ് അടുത്ത ദിവസം നമ്മളെല്ലാവരും അറിയുന്നത്. മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത നിതിൻ എന്ന് പറയപ്പെടുന്ന യുവാവിന്റെ വാർത്തകൾ. ആ വാർത്തകളിൽ പോലീസുകാരുടെ ഒരു ഭാഷ്യം, അല്ലെ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എനിക്കെന്താണ് പറയാനുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ പോലീസിന്റെ ആ ഒരു കണ്ടുപിടുത്തം, അല്ലെ പോലീസ് കണ്ടുപിടിച്ച പ്രാഥമിക റിപ്പോർട്ട് എന്താണെന്നുള്ളത് കേട്ടു നോക്കാം. സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത് ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ മധ്യയാണ് വിലയിരുത്താൻ കഴിയുന്നത്. നമുക്ക് കൂടുതലായിട്ടുള്ള പരിശോധനയിലൂടെ കണ്ടില്ലേ, പോലീസ് കണ്ടെത്തിയിരിക്കുന്ന അല്ലെ പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് ഈ പയ്യൻ ജനുവരി ഡിസംബർ മാസങ്ങളിൽ ഒരു ലോണിന് അപ്ലൈ ചെയ്ത് ആ ലോൺ എടുത്തു. അങ്ങനെ ടീച്ചറിൻ്റെ നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ടീച്ചറിനെ നിരന്തരമായിട്ട് ലോൺ അടയ്ക്കാതെ വരുമ്പോൾ ടീച്ചറിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ആ പയ്യൻ്റെ മരണത്തിന് പ്രധാനമായ കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. എൻ്റെ പൊന്നു പോലീസുകാരെ, അല്ലെ പോലീസ് ഏമാനെ, നാണമുണ്ടോ? ആ കാക്കി ഊരി വെച്ചിട്ട് വല്ല ചിരയ്ക്കാനും പൊക്കൂടെ എന്ന് എനിക്കിവിടെ ചോദിക്കാനുള്ളൂ. കാരണം ആ ഒരു പയ്യനെ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ, ശബ്ദരേഖയടക്കം നിങ്ങളുടെ കൈവശം കിട്ടിയിട്ടും നിങ്ങൾ പറയുന്നത് ലോൺ ആപ്പ് വഴി ലോൺ എടുത്തത് കൊണ്ട് അതിൻ്റെ വിഷമത്തിൽ, അതിൻ്റെ മനോവിഷമത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പറയുന്നത്. ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അവനെ തള്ളിയിട്ട് കൊന്നതാണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ആ വാർത്ത കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നിട്ടും കാക്കിയിട്ട ഒരു കാവലാളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും എപ്പോഴും കേരളത്തിന്റെ ഒരു ക്രമസമാധാനം പാലിക്കേണ്ട, അല്ലെ ക്രമസമാധാനം നേരെയാക്കേണ്ട പോലീസ് ഏമാന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ആ അധ്യാപകരുടെ, ആ പലതന്തയ്ക്ക് പറഞ്ഞ അധ്യാപകരുടെ പണത്തിന്റെ ഹുങ്ക് കൊണ്ടാണോ, അല്ലെ അവരുടെ പണത്തിന്റെ കനം കൊണ്ടാണോ നിങ്ങൾക്കത് മനസ്സിലാകാത്തതെന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. എന്തായാലും ഈ സംഭവത്തിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഞാൻ കാണാനിടയുണ്ടായി. ആ പോസ്റ്റുകളിൽ ചിലത് പറയുന്നത് ഇങ്ങനെയാണ്: അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ വകുപ്പ് മേധാവി ഉൾപ്പെടെയുള്ളവരുടെ ജാതി അധിക്ഷേപവും മാനസിക പീഡനവുമാണെന്ന വെളിപ്പെടുത്തൽ ഏറെ ഗൗരവമുള്ളതാണ്. ഈ പ്രവണത കേരളത്തിൽ അനുവദിക്കില്ല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധിക്കും. ശിവപ്രസാദ് എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കുറച്ച് വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ ഇനി വേറൊരു പോസ്റ്റിൽ ഡോക്ടർ TS ശ്യാംകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. നിതിൻ രാജിന് നേരിടേണ്ടി വന്ന അപമാനത്തിനും ഹിംസയ്ക്കും എതിരായി നിലകൊള്ളാൻ കണ്ണൂർ ഡെന്റൽ കോളേജിൽ ഒരൊറ്റ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പോലും ഇല്ലാതെയായിപ്പോയി.
കേരളം ജാതിയിൽ ഉപ്പിലിട്ട സമൂഹം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം വേടൻ്റെ വിഷയം വന്ന സമയത്ത് വേടനെ പറ്റി വേടൻ ജാതി പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് വരുത്താനായിട്ട് ശ്രമിക്കുന്നു. ഈ നാട്ടിൽ എല്ലാവരും മറക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കാനായിട്ട് വേടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഘപരിവാർ സംഘങ്ങൾ മെഴുകിയപ്പോൾ ആ ഒരു സമയത്തും പ്രതികരണവുമായിട്ട് അല്ലെ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്ന ഒരാളാണ് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ. അദ്ദേഹം ഈ ഒരു കാര്യത്തിലും അദ്ദേഹം എടുത്തു പറയുന്നത് കേരളം ജാതിയുടെ അടിസ്ഥാനത്തിലല്ലേ, കേരളം ജാതിയിൽ ഉപ്പിലിട്ട ഒരു സമൂഹം തന്നെയാണെന്ന് എടുത്തു പറയുകയാണ്. വേടൻ വന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ ജാതി ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് ജാതി കോമരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന കുറച്ച് വാണങ്ങളുണ്ട്. ഇങ്ങനെ തന്നെ ഉമ്മരെ വിളിക്കണം. വെറും തോൽവികൾ. നീയൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഈ നാട്ടിൽ ജാതീയതയില്ല. ഈ നാട്ടിൽ എല്ലാവരും പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. ഈ നാട്ടിൽ ഇല്ലാത്തൊരു ജാതി വേടൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഉണ്ടായതെന്നൊക്കെ പറയുന്ന സംഘികളെ, സംഘിക്കുട്ടന്മാരെ, സംഘിക്കുട്ടികളെ, സംഘിണികളെ അല്ലെങ്കിൽ സംഘിമിത്രങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ നാട്ടിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വരെയും ജാതിയുടെ അധിക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജാതീയ അധിക്ഷേപത്തിന്റെ പേരിലാണ് പലതന്തയ്ക്ക് പറഞ്ഞ 2 അധ്യാപകർ കാരണമാണ് ഈ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി വേടൻ എടുത്തു പറയുന്നതും ജാതീയതയുടെ അല്ല ജാതീയ അടിസ്ഥാനത്തിലുള്ള വർണ്ണ വിവേചനങ്ങളുടെ എല്ലാത്തിൻ്റെയും അവസാന തീരെയായിരിക്കണം ഈ മരണപ്പെട്ട നിതിൻ എന്ന് പറയുന്ന ആ ഒരു യുവാവെന്നാണ്. അപ്പം നിതിൻ മരിക്കുന്നതിന് മുൻപുള്ള നിതിൻ്റെ ഒരു ഫോൺ സംഭാഷണമുണ്ട്. ഒരു സഹപാഠിക്ക് അയച്ചിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു വീഡിയോയുടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എന്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരന്റ്സിന് പോയി ഇത് കൊടുക്കാൻ എന്റെ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാണ്. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറെ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിന് എല്ലാരെയും പച്ചയ്ക്കും അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ എന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് കണ്ടില്ലേ. ഇത് നിതിൻ സഹപാഠിക്ക് അയച്ചിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആണ്. ഇന്നലെ എൻ്റെ അമ്മയും കളിയാക്കി, അമ്മയ്ക്കുണ്ടായിരുന്ന സർജറിയും കളിയാക്കി. ഞാൻ അയാൾക്ക് കൊടുത്തൊരു പണി അയാളെ നല്ല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, നീയാടാ ആൺകുട്ടി, ഇങ്ങനെ തന്നെ വേണം നീ പ്രതികരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം അവൻ്റെ മനസ്സിലുണ്ട്. അവൻ ആ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് എത്രത്തോളം ധൈര്യത്തോടു കൂടിയാണ് അവൻ ആ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെയുള്ളൊരു പയ്യൻ വെറും അടുത്ത ദിവസം ഇന്ന് ഈ കാര്യം അയക്കുന്നു, അടുത്ത ദിവസം ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണത് വിശ്വസിക്കാൻ സാധിക്കുക? എൻ്റെ പൊന്നു പോലീസുകാരെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു ഈ പലതന്തയ്ക്കുണ്ടായ അധ്യാപകരെങ്കിൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പയ്യൻ്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള നരാധകന്മാരെ, ഒരു പയ്യനെ കൊന്ന നരാധകന്മാരെ ഈ രീതിയിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു. ഈ നാട്ടിലെ പോലീസിനോട് നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥകളോടുമെല്ലാം ഞാനടക്കമുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വലിയൊരു ബഹുമാനവും വലിയ ആദരവുമുണ്ട്. എന്നാൽ നിങ്ങൾ ആ ആദരവിനെയൊക്കെ ഒരു അനാദരവ് എന്നുള്ള രീതിയിൽ ആ ആദരവിനെയൊക്കെ നിങ്ങൾ മുതലെടുത്തുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങളുടെ കാൽ വെച്ച് തൊഴിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. ആ പയ്യൻ മരണപ്പെട്ടിട്ടും അവനെ കൊന്നത് ഈ നാട്ടിലെ ജാതി വെറി പൂണ്ട് നടക്കുന്ന ജാതി കോമരങ്ങളാണെന്നുള്ളത് മനസ്സിലായിട്ടും അവന്മാർക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടാൻ പോലും ഈ നാട്ടിലെ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിൽ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്കോ സാധിക്കുന്നില്ല. അത്രമാത്രമുണ്ട് ഇവൻ്റെയൊക്കെ ആ ഒരു പിടിപാട് എന്ന് വേണം നമുക്ക് എടുത്തു പറയാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ റാം എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനെ ഞാനീ പറഞ്ഞു പലതന്തയ്ക്ക് പറഞ്ഞ അധ്യാപകരെന്ന് പറഞ്ഞതിൽ ഒരു റാം എന്ന് പറയുന്ന ഒരുത്തനുമുണ്ട്. പിന്നെ ഒരു ലേഡി ഒരു അധ്യാപികയുമുണ്ട്. ഇവർ 2 പേരും കൂടിയാണ് ഈ പയ്യനെ കൊല്ലാനായിട്ട് മുന്നിലേക്ക് നിന്നത്. അപ്പോൾ റാമിനെതിരെ ഈ ഒരു വിഷയത്തോടു കൂടി ഒരുപാട് വിദ്യാർത്ഥികൾ പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടു കാണും അല്ലേ? അതായത് റാം എന്ന് പറയുന്ന ഈ ഒരു അധ്യാപകൻ ഞങ്ങളെയൊക്കെ പല വിളിപ്പേരുകളിൽ വിളിക്കുമായിരുന്നു. കറുത്ത നിറമുള്ളവരെ എല്ലാം വേറൊരു പേരിലും വെളുത്തവരെ എല്ലാം വേറൊരു പേരിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കുക, നമ്മളെ അതിക്രമിച്ചുകൊണ്ടല്ല നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു എന്ന് ആ പെൺകുട്ടികൾ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം സഹിച്ച് എന്തുകൊണ്ട് ഞങ്ങളിവിടെ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം, ഞങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ടൊരു ജോലി വേണം, അതിനുവേണ്ടി ഞങ്ങളുടെ സാഹചര്യം, ഞങ്ങളുടെ അവസ്ഥ, വീട്ടുകാരുടെ അവസ്ഥ ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അങ്ങനെ എല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇയാൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ തന്നെ ആപത്തിലാവും, ഞങ്ങളുടെ മാർക്ക് കുറയ്ക്കും, ഞങ്ങൾ പിന്നെ വർഷങ്ങളോളം ഇവിടെ തന്നെ കിടന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള കഥകൾ കേട്ടോ. ഇത് റിയൽ ലൈഫിൽ കാണുകയാണ്. വേടൻ പാടി പറഞ്ഞപ്പോൾ പലർക്കും കുരു പൊട്ടിയ പല ആളുകൾക്കും ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ വേടൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരിയെന്ന് പറയാൻ തോന്നുന്നുണ്ടാവാം. ജാതി കോമരങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുന്നുണ്ടാവാം. ഈ നാട്ടിൽ സംഘികൾ വന്നതോടുകൂടിയാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞാൽ അല്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കത്തില്ല. കാരണം സത്യാവസ്ഥ അത് തന്നെയാണ്.
അപ്പോൾ ഈ റാം എന്ന് പറയുന്ന ആ 10 തന്തയ്ക്കുണ്ടായവൻ്റെ ആ ഒരു പ്രതികരണം, അല്ല അവനെതിരെ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ അതുകൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പരാതി നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ ഈ കാര്യത്തിൽ? ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ കോളേജ് അധികൃതരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫയൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോക്ടർ റാമിനെതിരെ മാത്രമായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സാഫ്രാൻ എന്തായിരുന്നു പരാതി? അതിനകത്ത് ആ പരാതിയുടെ ഫോട്ടോ കോപ്പി നമ്മൾ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഫയൽ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല, നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇവരിങ്ങനെ അധിക്ഷേപിക്കാൻ? എല്ലാവരെയും ഇങ്ങനെ അധിക്ഷേപിക്കും? എല്ലാവരും അധിക്ഷേപിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ കോളേജിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടി നിതിൻ ആളുടെ അടുത്ത് താൻ പോടോ, താൻ തന്നെ പണി നോക്കി പോടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും കേട്ട് നിന്നിട്ടുണ്ട്. നിതിൻ മാത്രമാണ് നിതിൻ പ്രതികരിച്ചിരുന്നു, ഉറപ്പാണ്. അവൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ അവന്റെ ഫ്രണ്ടിനോട് കണ്ടപ്പോ ചോദിച്ചു, നിതിൻ എന്ത് പറയണോ, അവൻ എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് ഇങ്ങനെ റാം സാറായിട്ട് എന്തോ പ്രശ്നമായി. അങ്ങനെ അവൻ പറഞ്ഞു, എനിക്ക് നല്ല ക്ലാസ് കഴിക്കണ്ട, എനിക്ക് ട്രെയിൻ ഉണ്ട്, ഞാൻ പോകുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. അതിന്റെ ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ടില്ലേ, താൻ പോടോ എന്ന് പറഞ്ഞതിന്റെ ആ ഒരു ദേഷ്യത്തിൽ ആ പയ്യനെ ആളെ വെച്ച് കൊന്നു കളഞ്ഞിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ വിദ്യാർത്ഥികൾ തന്നെ പറയുകയാണ്, എന്തിനാണ് കൂടുതൽ തെളിവുകൾ, അല്ലേ? ആ നിതിൻ്റെ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്കറിയാം അത്രയും ധൈര്യശാലിയായിട്ടൊരു പയ്യൻ പണം അല്ലെങ്കിൽ അത് ചോദിച്ചുകൊണ്ട് പലരും ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന്. എന്തൊരു വിശ്വസിക്കാൻ പറ്റുന്നൊരു കഥയെങ്കിലും ഇറക്കണം ഏമാന്മാരെ. എത്ര രൂപയാണ് അവൻ ലോൺ എടുത്തിരിക്കുന്നത്? അതിനെപ്പറ്റി വല്ല കൃത്യമായിട്ടുള്ള രേഖകൾ നിങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റുമോ? ഈ കുട്ടികൾ പറയുന്നുണ്ട്, ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ പറയുന്നുണ്ട്, ഒരാൾ പോലും നാളിതുവരെ പ്രതികരിച്ചിരുന്നില്ല. കാരണം അവർക്കെല്ലാം പേടിയായിരുന്നു, അവർക്ക് ജീവനിൽ ഭയമുണ്ടായിരുന്നു, അവർക്ക് പഠിക്കണമായിരുന്നു, അവർക്ക് മികച്ച ജീവിത സൗകര്യങ്ങൾ, അവർക്ക് നല്ല ജോലി, അവരുടെ കുടുംബം നോക്കണമായിരുന്നു. ഇതുകൊണ്ട് ആരും പ്രതികരിച്ചില്ല. പക്ഷേ ആദ്യമായിട്ട് നിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രതികരിച്ചു. അത് ആദ്യമായിട്ടും അവസാനമായിട്ടുമായിരുന്നു എന്നുള്ളതും ഏറെ വിഷമകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു, അല്ലേ? ഏറെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അവൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പ്രതികരിച്ച ഒരു വ്യക്തി അത് നിതിനായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള കഥകളല്ലേ. ഈ പോലീസ് എന്താ പറയുക, അധ്യാപകരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുക, അധ്യാപകരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ഗുണ്ടകളെ വെച്ചുകൊണ്ട് അവരെ തീർത്ത് കളയുക, അല്ലെ അവരെ നശിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ സിനിമകളിലെ കണ്ടിട്ടുള്ളൂ. എന്നാൽ റിയൽ ലൈഫിൽ നമ്മൾ കാണുകയാണ്. ഇത് അങ്ങ് യു പിയിലും ബീഹാറിലും ഒന്നല്ല, നമ്മുടെ കേരളത്തിലാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നടന്നിരിക്കുന്നത്. വേറെ വിദ്യാർത്ഥികൾ പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, ഞാൻ അതുകൂടി നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്റെ പേര് ആർച്ച, ഞാൻ നിതിന്റെ ക്ലാസ്മേറ്റ് ആണ്. ഫസ്റ്റ് ഇയർ ബിബിഎ സ്റ്റുഡന്റ് ആണ് അഞ്ചരണ്ടി ഡെന്റൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവന്റെ പേപ്പർ എല്ലാരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിയിൽ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. പക്ഷെ നിറം കൂടിയ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോ അങ്ങ് അടിച്ച് താത്താ സംസാരിക്കുന്നേ. ഇപ്പം ഈ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട്, അവര് ഇങ്ങനെ ഒരു ട്രോമ കടന്നിട്ട് വന്നേ, അവരും സൂസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മളിട്ട് പറഞ്ഞു, റാമെന്നുള്ള സാറുണ്ട്, എല്ലാരും നോക്കാം, സാർ എന്താണ് പറഞ്ഞത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മൾ എത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ് കയറി അന്നത്തെ ദിവസം കണ്ടില്ലേ. ഒരു വിദ്യാർത്ഥി പറയുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരാൾ പറയുന്ന ഒരു വാർത്ത കൂടിയുണ്ട്, ഞാൻ അതുകൂടെ നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്താണ് ഈ കോളേജിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഈ നിതിൻ രാജ് ഉയർത്തുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ? റാഗിംഗ് ഉണ്ടോ? അല്ലെങ്കിൽ അധ്യാപകരുടെ പീഡനമുണ്ടോ? എന്താണ് സംഭവം? റാഗിംഗ് എന്ന രീതിയിൽ പറയാൻ, എന്നാലും ഇവിടെ കുറച്ച് നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അധ്യാപകർ എന്നുള്ള രീതിയിൽ ഇവിടെ പണിഷ്മെന്റ്സ് ഒക്കെ നമുക്കിപ്പോ ടോളറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ തന്നെയാണ് എന്ന് തന്നെ ഞാൻ പറയും. നല്ല പണിഷ്മെന്റ്സ് ഉണ്ട്. എന്ത് തരം പണിഷ്മെന്റ് ആണ് അവർ തരാൻ? ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്ത്? ഇപ്പൊ ഒരു വർഷമായിട്ട് നിലവിൽ ഫൈൻ ഒക്കെ ക്യാൻസൽ ചെയ്തു. ഇതിന് മുന്നേ ഫൈൻ ആയിരുന്നു. ഇനി 1000 രൂപ വരെ ഫൈൻ പറഞ്ഞിട്ടുണ്ട് പല കേസിനും. അങ്ങനെയൊക്കെ. നിതിൻ രാജിനെ നേരിട്ട് അറിയാമായിരുന്നു? ഇല്ല. അതിങ്ങനെ ഒരു വിഷയമുള്ളതായി അവന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല? ഈ കേസ് കഴിഞ്ഞിട്ടാണ് നിതിൻ രാജിന്റെ കാര്യം നമ്മൾ അറിയുന്നത് തന്നെ. ബാച്ചിലോ മറ്റോ ആണ് ഒരു ഹിമ എന്ന പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, കുട്ടിയുടെ വിഷയം കണ്ടില്ലേ. പലതും പലർക്കും പറയാനായിട്ട് പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് തന്നെയാണ് പലരും പലതും മറച്ചു വെക്കുന്നത്.
അപ്പൊ ഞാൻ ഈ ജാതി കോമരങ്ങളായിട്ടുള്ള 2 അധ്യാപകരുടെ ഫോട്ടോ അടക്കം ഒരു പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ കേൾപ്പിച്ചു. നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതാണ് ആ നരാധകന്മാർ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ? ഈ പലതന്തയ്ക്ക് പറഞ്ഞ ഈ 2 പേരാണ് ആ നിതിൻ എന്ന് പറയപ്പെടുന്ന ആ യുവാവിനെ, അല്ല നിതിൻ എന്ന് പേരുള്ള ആ യുവാവിനെ കൊന്നു കളയാനായിട്ട് മുന്നിലേക്ക് നിന്നത്. അങ്ങനെ കൊന്നു കളഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം പോലീസ് അടക്കം പറയുന്നത് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ ഭീഷണി നേരിട്ടത് കൊണ്ട് അവൻ ജീവിതം അവസാനിപ്പിച്ചതാണെന്നാണ്. എന്തൊരവസ്ഥയാണല്ലേ? ഒരാൾ മരണപ്പെട്ടു, അവൻ്റെ ജീവിതമില്ലാതെയായി, അവനെ കൊന്നു, കുറച്ചാളുകൾ കൊന്നു. എന്നിട്ടും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ പറയാണ്, പോലീസ് അടക്കമുള്ള ആളുകൾ പറയുകയാണ് അത് ലോൺ എടുത്തതിൻ്റെ പേരിൽ മരണപ്പെട്ടാന്നുള്ളത്. ആ നിതിൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ആ കാഴ്ച കേരളക്കര ഒന്നാകെയുള്ള ആളുകളുടെ എല്ലാവരുടെയും ഹൃദയം നുറുങ്ങിപ്പോകുന്നൊരു കാഴ്ച തന്നെയായിരുന്നു. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ഒരു ബൈക്ക് കറങ്ങി ഒരു സിനിമ കാണാൻ പോവേ, ഒരു കൂട്ടുകാരോടെ കറങ്ങാൻ പോവേ, അങ്ങനെയുള്ള പയ്യനല്ല. അവനങ്ങനെ പൈസയുടെ ആവശ്യം 20 രൂപ നമ്മൾ അയച്ചു കൊടുത്ത 10 രൂപ ആവശ്യമുള്ള തിരിച്ച് 10 രൂപ അയക്കുന്നതാണ്. ഇത്രയും സെക്കൻഡായി എൻ്റെ മോൻ്റെ ബോഡി കൊണ്ടടക്കി ഇതിന് 2 ദിവസം, മരിച്ചിട്ട് 3 ദിവസം. ഈ സെക്കൻഡ് വരെ ആ കോളേജിൽ എൻ്റെ നമ്പറുകളെല്ലാം ഉണ്ട്, എൻ്റെ മരുമോൻ്റെ നമ്പറുണ്ട്, ഭാര്യയുടെ നമ്പറുണ്ട്. ഒരാള് സംസ്കാരം കഴിഞ്ഞു അവരടയ്ക്കൂ, അച്ഛനും അമ്മയൊക്കെ എന്ത് ഒരു വാക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് തെറ്റി ആ കോളേജ് എന്തുകൂടെ ഒരു വിദ്യാർത്ഥി അവർ എല്ലാ പഴുതികളും അടച്ചു. കാരണം അവരെ മൊഴി കൊടുത്ത് അവരെ ഭാവി പോകും. കാരണം അവരെ ട്രസ്റ്റ് ഇല്ല ആ കോളേജ്, ആ ട്രസ്റ്റ് അവരെ കൂട്ടും. അപ്പോൾ അവരെ അച്ഛനും അമ്മയും തന്നെ പറയും, മക്കളെ പോയോ പോയി, നിങ്ങൾ ആരും നിങ്ങൾ ഒരു മൊഴിയും കൊടുക്കണം, നിങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല, അവൻ ചാടിച്ചെത്തത് അല്ല, അവനെ തള്ളിയിട്ട് വന്ന് അവൻ പോയി, നിങ്ങൾക്ക് ഡോക്ടറായി പുറത്തു വന്നു, അതുകൊണ്ട് ഒരു മൊഴിയും കൊടുക്കില്ലെന്ന് എൻ്റെ മോനെ ആ കഷ്ടപ്പെട്ടില്ല വിടുന്നു. ഞാനും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കും. പക്ഷെ നിയമവ്യവസ്ഥ അങ്ങനെ ഇല്ലല്ലോ. ആരെങ്കിലും ഒരു കുട്ടിയെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സാക്ഷിയെങ്കിലും ഈ അച്ഛനോടെ അമ്മേനോടെ അവര് കാണിക്കുന്നത്. എൻ്റെ മോ അങ്ങനെയല്ലേ, 1.5 മാസം ഇവിടുന്ന് പോയിട്ട് ഇരുട്ട് മുറിവെന്ന് പോയിട്ട് പോലും അവൻ പഠിച്ച് മുമ്പോട്ട് പോയില്ലേ. എന്നിട്ട് എന്നോട് പറയും, കണ്ടില്ലേ അച്ഛൻ പറയുന്നത്, ഈ ഒരു അച്ഛന് വേണ്ടി ആരെങ്കിലും ഒരാളെങ്കിലും ഒരു മൊഴി പറയണം. ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഈ ചെയ്തിട്ടുള്ള നരാധകന്മാർക്കെതിരെ കേസെടുക്കാനായിട്ട് സാധിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. ആ അച്ഛൻ ആ വാർത്തയിൽ പറഞ്ഞതിന് പിന്നാലെ ഒരുപാട് കുട്ടികൾ രംഗത്തേക്ക് വന്നു. ഈ റാം എന്ന് പറയുന്ന 10 തന്തയ്ക്കുണ്ടായ, അല്ല ആർക്കാണ് ഉണ്ടായെന്ന് പോലും അറിയാത്ത നായിൻ്റെ മോനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ രംഗത്തേക്ക് വന്നു. ഇനിയെങ്കിലും നമ്മുടെ നീതിപീഠമെ കണ്ണും തുറക്കുക. ഒരുപാടായി പല സമയങ്ങളിൽ, പലയിടങ്ങളിൽ, പല രീതിയിൽ, പല തവണ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്ത് വരെ നമ്മൾ കണ്ടതാണ് ഒരു കുട്ടി അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത്. ഇതിനിയും ആവർത്തിക്കാൻ പാടില്ല. ഈ രീതിയിലുള്ള തന്തയ്ക്കപ്രക്കാഴ്ച കാണിക്കുന്നത് ഏത് മുന്തിയവൻ്റെ മകനാണെങ്കിലും, ഏത് മന്ത്രിപുത്രൻ, ഏത് മന്ത്രികുമാരൻ്റെയും മകനാണെന്നുണ്ടെങ്കിലും അവനെയൊക്കെ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇവനെയൊക്കെ ഇതിനകത്തുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ അപ്പുറം എന്താണോ അവന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ശിക്ഷ കൊടുക്കണം. ഇനി നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നീതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വേടൻ ഒരു പാട്ട് പാടിയപ്പോൾ ഈ നാട്ടിൽ ജാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളിയ സംഘികളെ ഇപ്പോൾ നിങ്ങൾ കണ്ണു തുറന്ന് കാണ്. ഈ നാട്ടിൽ ഇന്നും ജാതീയതയും ജാതിയുടെ പേരിലുള്ള അടിച്ചമർത്തലുകളും അതിശക്തമായിട്ട് നിലനിൽക്കുകയാണ്. ഇനിയെങ്കിലും പ്രതികരിക്കാനായിട്ടുള്ള ഒരു മനക്കരുത്ത്, അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.